60 വർഷത്തെ സേവന പാരമ്പര്യവുമായി തിരൂരിന്റെ വളർച്ചയ്ക്കൊപ്പം സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ്. മതമൈത്രിയുടെ പ്രതീകമായ ബിപിയങ്ങാടി യാഹും-തങ്ങൾ ഔലിയയുടെ വലിയ നേർച്ചയുടെ ചെറിയ കൊടിയേറ്റം നടന്നു. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അമ്പാട്ട് കുടുംബാംഗങ്ങൾക്ക് കൊടി കൈമാറി. തുടർന്ന് നൂറുകണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി അമ്പാട്ട് കുടുംബത്തിലെ കാരണവന്മാർ കൊടിയേറ്റം നടത്തി. വെട്ടത്ത് പുതിയങ്ങാടി യാഹും-തങ്ങൾ ഔലിയയുടെ വലിയ നേർച്ചയുടെ ഭാഗമായുള്ള ചെറിയ കൊടിയേറ്റം നടന്നു. വൈകിട്ട് മക്ബറയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അമ്പാട്ട് കുടുംബാംഗങ്ങൾക്ക് കൊടി കൈമാറി. തുടർന്ന് നൂറുകണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി അമ്പാട്ട് കുടുംബത്തിലെ കുമാരൻ, അറുമുഖൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റി. അമ്പാട്ട് കുഞ്ഞാണ്ടിയുടെ കുടുംബത്തിലെ വിജയൻ, രവി, സുനിൽകുമാർ, മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദീഖ്, കൺവീനർ KP ബാപ്പു, ട്രഷറർ ഷുക്കൂർ, മുംതസിർ ബാബു, T ഷാജി, മനോജ് പാർശ്ശേരി, PT ഷഫീഖ്, CP ബാപ്പുട്ടി, ബഷീർ പാറപ്പുറത്ത്, റൌഫ്, അദ്ലു തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടന്നു. ജനുവരി 8 മുതൽ 10 വരെയാണ് നേർച്ച. 8 രാവിലെ 11 ബിപിയങ്ങാടി മത്സ്യ മാർക്കറ്റിൽ നിന്ന് നിരവധി അരിച്ചാക്കുകളുമായി കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തും. തുടർന്ന് കഞ്ഞിവെച്ച് കഞ്ഞിപ്പാർച്ച നടത്തും. ഉച്ചയ്ക്ക് 2 തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാദ്യമേളങ്ങൾക്ക് ശേഷം തിരൂർ DYSP VV ബെന്നി വലിയ നേർച്ചക്കൊടി ആഘോഷ കമ്മിറ്റിക്കാർക്ക് കൈമാറും. തുടർന്ന് നിരവധി ആനകളുടെ അകമ്പടിയോടെ കൊടിവരവ് ജാറത്തിലേക്ക് പുറപ്പെട്ട പൂഴിക്കുന്നിൽ പോയി തിരിച്ച് ജാറത്തിലെത്തും. പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 7 മണിയോടെ കൊടിയേറ്റൽ കർമ്മം നടക്കും. അതോടുകൂടി അതോടൊപ്പം തന്നെ എല്ലാ കൊല്ലങ്ങളും ഉണ്ടായിരുന്ന പോലെ കഴിഞ്ഞ വർഷം ഈ 2 വർഷം കൊറോണൻ്റെ ആ ഒരു കാലഘട്ടമല്ലാതെ 2020 വരെ നമ്മൾ നടത്തിയിരുന്ന ആന മുതൽ എല്ലാ വാദ്യോപകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് മുന്നിട്ട് നിൽക്കുന്ന ഈ നേർച്ച കമ്മിറ്റി ഭാരവാഹികളും പ്രാദേശിക ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും മറ്റുള്ള എല്ലാ മതസ്ഥരും ഈ മതേതര സൗഹൃദത്തിൽ പങ്കെടുക്കും. അതിന് എല്ലാ വിഭാഗങ്ങളും എല്ലാം തയ്യാറായിരിക്കുകയാണ്. മറ്റുള്ള പരിപാടികളെല്ലാം ഇനി 8, 9, 10 തീയതി രാത്രി പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് ചാപ്പക്കാരുടെ വരവ് വാക്കാട്ടിൽ നിന്ന് പുറപ്പെടും. അത് ഇവിടെ 5 മണിയോട് കൂടിയിട്ട് ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടി ഇവിടെ എത്തും. അതിനുശേഷം കമ്പം കത്തിക്കൽ ചടങ്ങാണ് ഇതിൻ്റെ അവസാന പരിപാടി. ഇതിൻ്റെ തുടക്കത്തിൽ 1-ാം നേർച്ചയ്ക്ക് 8-ാം തീയതി രാവിലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ചടങ്ങായ മാർക്കറ്റിൽ നിന്നുള്ള ചാപ്പക്കാരുടെ വരവ്, കഞ്ഞിക്കാരുടെ വരവ്, ആ കഞ്ഞിക്കാരുടെ വരവ് ആദ്യമായിട്ട് 11 മണിയാകുമ്പോഴത്തേന് അതാണ് ഇതിൻ്റെ തുടക്കം. ആ ചാപ്പക്കാരിൽ തുടങ്ങി കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരിൽ അവസാനിക്കും. കല്ലിങ്ങൽ സിദ്ദീഖ് ചെയർമാനും KP ബാപ്പു കൺവീനറും കിഴക്കിനകത്ത് ഷുക്കൂർ ട്രഷററുമായ നേർച്ചാഘോഷ കമ്മിറ്റിയാണ് നേർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്.